വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളൊരു പോരാട്ടമായിട്ട് ഇത് വളരെ പെട്ടെന്ന് മാറാനുള്ള കാരണം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജയത്തിൻ്റെ സൂചന എന്നതിനോട് പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. മോഡി ഒരിക്കലും പൊളിറ്റിക്സ് കാണിച്ചിട്ടില്ല. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലിപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ മൂവ്മെൻറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തുടക്കത്തെ സംബന്ധിച്ച് ചില സർവേകളൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ അത് സ്റ്റാർട്ടിങ് തന്നെ നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരു വലിയ മുന്നേറ്റം എന്ന് വെച്ചാൽ രണ്ട് മുന്നണികളുടെ അപ്പുറത്തേക്കുള്ളൊരു വലിയ മുന്നേറ്റത്തിന് ഇന്ത്യക്ക് ഉള്ള അവസരം ഈ പൊതുവായിട്ട് ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം യാത്ര ചെയ്യുമ്പോഴൊക്കെ ജാതി മതഭേദമന്യ ആളുകളുടെ ഒരു വലിയ നിര ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. നല്ല ഒരു മുന്നേറ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അല്ല, ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വാസികളായ ആളുകളാണ്. എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ 98% ആളുകളും വിശ്വാസികളാണ്. അപ്പോൾ ഈ 98% വിശ്വാസികളായ ആളുകളുടെ മനസ്സിലൊരു മുറിവേൽപ്പായിരുന്നു ഈ ശബരിമല വിഷയം. പ്രത്യേകിച്ച് ഒരു ഫെഡറൽ വ്യവസ്ഥയുടെ ഒരു ഭാഗം, ഒരു അന്തസ്സത്തേക്ക് ഉണ്ടല്ലോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഒരു പ്രതിപക്ഷ ബഹുമാനം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ആദ്യം ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു, സത്യവാങ്മൂലം കൊടുക്കുന്നു. അതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പിറ്റേ ദിവസം മാറ്റി കൊടുക്കേണ്ടതായി വന്നു. ആദ്യത്തെ എൻ്റെ പേരിലൊരു 7 കേസാണ്. 7 കേസും ശബരിമലയുമായി ശരണം പിടിക്കാനുള്ള കേസാണ്. പിന്നെ 126 കേസാണ്. അതിലേതാണ്ട് 986 ക്രൈം ചാർജ് ചെയ്തിട്ടുണ്ടായി. അതിൽ 307 ഉൾപ്പെടെയുള്ള 32 നോൺ ബെയിലബിൾ കേസുകൾ ചാർജ് ചെയ്തു. അത് ആളുകളുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിനിടയിൽ അത് വലിയ ചർച്ചയും മനോവേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശബരിമലയുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളൊരു പോരാട്ടമായിട്ട് ഇത് വളരെ പെട്ടെന്ന് മാറാനുള്ള കാരണം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വലിയ സ്വീകാര്യത ഇതിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 10 ദിവസം ഇതിനോടനുബന്ധിച്ച് നിരാഹാരം കിടന്നു. 100% സഹന സമരമാണ്. ഗാന്ധിയൻ മാതൃകയിലുള്ള അയ്യപ്പനെ ഭജിച്ചുകൊണ്ട്, അയ്യപ്പനെ ജപിച്ചുകൊണ്ട്, യാതൊരു തരത്തിലുള്ള ഒരു പ്രകോപനം ഒന്നും ഉണ്ടാകാത്ത സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ ഗോവിന്ദനാഥ സാറിനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന 100% ഉള്ള ഒരു നിരാഹാര സമരം, അതിന് പോലും കേസെടുത്തു. അപ്പോൾ ആളുകളുടെ ഇടയിൽ വലിയ അമർഷവും പ്രതിഷേധവും ഒക്കെയുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ സാധാരണ ഒരു പച്ച മനുഷ്യനാണ്. ഞാൻ സാധാരണ ഒരു പാവപ്പെട്ടവൻ്റെ വികാരങ്ങളോടും അവൻ്റെ ചിന്തകളോടൊക്കെ വളരെ അടുത്ത് നിൽക്കപ്പെടുന്നതാണ്. അപ്പോൾ ഒരു സാധാരണ പച്ച മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എനിക്കുണ്ട്. എനിക്കിപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് പ്രയാസം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാകും. പിന്നെ ഞാൻ രാഷ്ട്രീയം വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ ദൗത്യം തന്നെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളത്. അതൊരു തമാശയായിട്ട് എടുക്കേണ്ട വിഷയങ്ങളല്ല. അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംവിധാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിന് എനിക്ക് പറയാൻ പറ്റും, ഞാൻ വളരെ ഗൗരവമുള്ള 42 വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വികസന രേഖ എന്നുള്ളതിലേക്ക്. അത് ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, ഞാൻ 2-3 തരത്തിലാണ് അതിനെ കാണുന്നത്. ഒന്ന്, ഈ സർവേ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള സർവേ, അതിൽ 19%, 20% വരെ എത്തി. അപ്പോൾ ഈ 20% സർവേ എടുത്തിട്ടുള്ളത് മുഴുവൻ 15 ദിവസങ്ങൾക്ക് മുമ്പാണ്. 15 ദിവസം മുമ്പ് എടുത്തുള്ള സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ 20% എന്ന് പറയുന്നത്. അതിനുമുമ്പ് അതിന് 10 ദിവസം മുമ്പുള്ള സർവേകളിൽ 14% പിന്നീടുള്ള സർവേയിൽ 20% വരെ എത്തി. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു സർവേ എടുക്കുകയാണെങ്കിൽ ആ സർവേയിൽ വളരെ പ്രതിഫലിക്കും. അപ്പോൾ സർവേയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. സർവേ അത് 10 ദിവസം എടുത്താലും ജനങ്ങൾക്ക് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനെ കുറിച്ചുള്ള ധാരണ. പിന്നെ രണ്ടാമത് പല സർവേകൾ, കഴിഞ്ഞ പ്രാവശ്യം O രാജഗോപാൽ വെറും 12,000 വോട്ടിനെ തോറ്റെ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളുടെ സർവേയിൽ അദ്ദേഹത്തിന് 18%
കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നരേന്ദ്രമോദിയുടെ സ്ഥിതി കേരളത്തിൽ നടത്തിയിട്ടുള്ള പല പത്ര ദൃശ്യമാധ്യമങ്ങളുടെ സർവേ ഏതാണ്ട് സ്ഥിതിയായിരുന്നു. കേവല ഭൂരിപക്ഷം പോലും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. 2ാം സ്ഥാനം 1ാം സ്ഥാനത്തിൻ്റെ എല്ലാ പ്രശ്നം നിങ്ങൾക്ക് സാമാന്യഗതിയിലും നോക്കിയാൽ മനസ്സിലാവും. ഒരു സത്യസന്ധമായ രീതിയിലുള്ള ഒരു സർവേകളും റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ മനസ്സിലാവും ഇതൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് ഇപ്പോൾ ചാലക്കുടി പോലുള്ളൊരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അത് ഇപ്പോൾ 20% ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം തന്നെ മൂവ്മെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 2-3% വ്യത്യാസം മതി. ഇപ്പോൾ എനിക്ക് ബേസ് ആയിട്ടുള്ള കഴിഞ്ഞ 1,56,000 വോട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ. അത് നേരെ ഡബിൾ ചെയ്താൽ ഞാൻ ജയിക്കും. ഇപ്പോൾ മണലൂരിൽ കഴിഞ്ഞ ദിവസം ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് 40,000 വോട്ട് കിട്ടി. അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ 8,000 വോട്ട്, ഏതാണ്ട് 5 ടൈംസാണ് അവിടെ. ഇത് നേരെ ഡബിളായി ജയിക്കും. ആ ഡബിളായി ജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. സ്വീകാര്യത ധാരാളം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി അത് വളരെ പ്രകടമാണ് അതിനത്. അപ്പോൾ 20% വരെ ചില സർവേ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ചില ഞാൻ മനസ്സിലാക്കിയ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജയത്തിൻ്റെ സൂചന എന്നതിനോട് പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞൊരു സംഗതി മാറിക്കഴിഞ്ഞാൽ 1-2% അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിലുള്ള വേരിയേഷനുള്ളൂ എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാണുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ 3 ഏറ്റവും കൂടുതൽ പ്രളയക്കെടുതിയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരാൾ. 4ാമത് എന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. പക്ഷെ എനിക്ക് വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനക്ഷേമകരമായ പദ്ധതി നടത്തിയ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനമാണ് ഞാനിപ്പോൾ ഈ ഭൂകമ്പ ഈ ദുരന്തം ഉണ്ടായില്ലേ നമ്മുടെ, അതിനുശേഷം 10 വീട് വെച്ച് കൊടുത്തു സൗജന്യമായ രീതിയിൽ. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള 7 ക്യാമ്പുകളിലായിട്ട് ഏതാണ്ട് 2,000 പേർക്കാണ് സൗജന്യമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ കൈവച്ച് കൊടുത്തത്, മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തത്. ഏതാണ്ട് 200ഓളം 3 വീലറുകൾ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 17 തൊഴിൽ മേളകൾ നടത്തിയിട്ടുണ്ട്, ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ. അപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതെ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ചെറിയ തോതിലെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർലമെൻറ്റിലേക്ക് ഒരു ജയസാധ്യത എനിക്ക് ഉറപ്പ് വന്നാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എനിക്ക് അതിനെക്കുറിച്ചുള്ള വിഷനുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആദരവും ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ടോപ്പിക് മാറുന്നുള്ളതാണ് ഞാൻ കിടക്കാതെ. കേരളത്തിൻ്റെ ബഡ്ജറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചു. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് ഒരിക്കലും ഓൺ ചെയ്യാത്തൊരു സംസ്ഥാനമാണ് കേരളം. സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ്, ആ സ്കിൽ ഡെവലപ്മെൻറ്റ് എത്ര ആയിരം കോടി, 1,13,000 കോടി രൂപ ഡെവലപ്പ് ചെയ്ത് ബഡ്ജറ്റിലുണ്ട്. കേരളം ഓൺ ചെയ്ത ഈ മരപ്പണിക്കാരൻ, കൽപ്പണിക്കാരൻ, നമ്മുടെ പായ നെയ്യുന്നവൻ, കൊട്ട നെയ്യുന്നവൻ, കയറ് പിരിക്കാൻ പോകുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവാന്തരം എല്ലാം ഓൺ ചെയ്ത് നമുക്ക് കിട്ടുമായിരുന്നൊരു ഫണ്ട് ഫ്ലോ വരും. ആ ഫ്ലോയിൻ്റെ ആളുകളാണ് ഇത് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഈ പാർലമെൻറ്റ് നിയോജകമുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തല്ലേ പ്രീമിയർ കേബിൾസിൻ്റെ അടച്ചുപൂട്ടി. നമ്മുടെ അശോക, കോട്ടൺ മിൽസ്, എത്ര ഈ പ്രദേശങ്ങളിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഈ അടച്ചുപൂട്ടിയ ആളുകളാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാൻ സാധിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ സംഭവങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ജി എസ് ടി വന്നില്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് കേരളത്തിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായി. 64,000 crores റുപ്പീസാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തത്. ഈ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ റവന്യൂ കമ്മി നികത്താൻ വേണ്ടി കൊടുത്തത് 11,500 കോടിയാണ്. 11,000. ഈ 13 ഇപ്പോൾ നമ്മുടെ 14 ധനകാര്യ കമ്മീഷൻ നിങ്ങൾ നോക്കുക, 14 ധനകാര്യ കമ്മീഷനിൽ 1,31,000 കോടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നതല്ലേ ഇതിന്. അപ്പോൾ ജി എസ് ടിയുടെ ഏറ്റവും കൂടുതൽ ആദ്യം സപ്പോർട്ട് ചെയ്തതാരാ? തോമസ് ഐസക്. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് നേരിടുന്നൊരു പ്രശ്നം, സെൻട്രൽ ഗവൺമെൻറ് ഒരു ലോങ് ടൈം വിഷനിലാണ് കാര്യങ്ങൾ പോകുന്നത്. കേരള ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഇവരൊരു 5 കൊല്ലത്തെ പരിപാടിയാണ്, ഷോർട്ട് ടൈം പരിപാടി. ഈ ഷോർട്ട് ടൈം പരിപാടി നടത്തുന്നതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം, പെൻഷൻ കൊടുക്കുക, വോട്ട് രേഖ മേടിക്കാൻ പറ്റുമെന്ന് നോക്കുക, തൊഴിലില്ലാത്തവരെ പെൻഷൻ മേടിക്കാം, വോട്ട് മേടിക്കാം. ഇതിനപ്പുറത്ത് ക്രിയാത്മകം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വലിയ ഇൻഡസ്ട്രിക്ക് സ്കോപ്പില്ല. അതേസമയം തന്നെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടി കൊണ്ട് 34,000 crores
വർത്തമാനത്തിലല്ല, 16,200 crores ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ബ്ലോക്കിന് കല്ലിട്ടു. അത് നടന്നുകൊണ്ട് അവിടെ ഒരു 20 യൂണിറ്റ്സിന് സാധ്യത, ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള 20 യൂണിറ്റ്സിന് സാധ്യതയുണ്ട്. ഒരു 10,000 ആളുകൾക്ക് തൊഴിൽ കിട്ടും. തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാപ്കിൻ യൂണിറ്റ് ഉണ്ടാക്കാം, പെയിൻറ്റ് കമ്പനി ഉണ്ടാക്കാം, മെഡിക്കൽ കമ്പനികൾ ഉണ്ടാക്കാം. പക്ഷേ കേരളം അതിന് ഓൺ ചെയ്യില്ല. ഇത് നമ്മുടെ തൊട്ടടുത്തത് ബാംഗ്ലൂർക്ക് പോവും. നമ്മുടെ ഇൻഫോ പാർക്ക് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ GST കുറിച്ച് ഒരു സംസാരം, GST കേരളത്തിന് ഗുണമല്ലേ ഉണ്ടായേ? GST കൊണ്ട് ആർക്കാണ് ദൂഷ്യമുണ്ട്? കച്ചവടക്കാരും എതിര് പറഞ്ഞിട്ടില്ല, വ്യാപാരി വ്യവസായ സമൂഹം എതിര് പറഞ്ഞിട്ടില്ല, ജനറൽ പബ്ലിക് അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ എല്ലാ രംഗത്തും മാറിയില്ല. ഇപ്പോൾ ഇൻകം ടാക്സ്, ആ ഇൻകം ടാക്സ് പരിധി 5 ലക്ഷം ആക്കില്ല. പാവപ്പെട്ടവൻ ഹാപ്പിയാണ്. പാവപ്പെട്ടവന് സൗജന്യമായിട്ടുള്ള വീട്, അവൻ ഹാപ്പിയാണ്. സൗജന്യമായ ഗ്യാസ്, അവൻ ഹാപ്പിയാണ്. കേരളത്തിൻ്റെ പ്രശ്നം വെച്ചാൽ കേരളം ഇപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രളയക്കെടുതിയുടെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു ജനതയാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ പ്രദേശമൊക്കെ 10 അടി മേലെ വെള്ളം മുങ്ങിയതാണ്. അത്രയും ദുരന്തമാണ് ഉണ്ടായത്. ഈ ദുരന്തം ഉണ്ടായ സമയത്ത് പശുക്കൾ ചത്തു, നാൽക്കാലി മൃഗങ്ങൾ, കോഴി, ആട്, അതൊക്കെ കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ. സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് 30,000 രൂപ കൊടുക്കാമെന്ന് വെച്ചു, കേന്ദ്ര കൃഷി മന്ത്രാലയം. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കെടുത്ത് രേഖപ്പെടുത്താതെ തന്നെ ഇന്നും കൂടുതലില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന എൻ്റെ പ്രതീക്ഷയായി തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ CSR ഫണ്ട് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. കഴിഞ്ഞ പ്രാവശ്യം 17,000 crores CSR ഫണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ അക്കൗണ്ടിൽ പെടുത്തും. റിലയൻസ് ഞാൻ മനസ്സിലാക്കിയ കൃത്യ ചില എണ്ണത്തിൽ ചില വ്യത്യാസം ഉണ്ടാകും. 632 കോടി രൂപ. ഇൻഫോസിസ്, ONGC എന്താ 600 കോടി 500 കോടിയായിട്ടാണ്. ഒരു സിംഗിൾ പേപ്പർ അയച്ചിട്ടില്ല നമ്മുടെ ഇവിടെ നിന്ന്. അത് ഈ പാവങ്ങൾക്ക് ഗുണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഫണ്ട് ഫ്ലോ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു ഫണ്ട് ഫ്ലോ, ആ ഫണ്ട് ഫ്ലോ ഈ ഗവൺമെൻറ് തന്നെ ലോക്ക് ചെയ്യാണ്. അതിൻ്റെ അനാവശ്യമായ രീതിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നോട്ട് നിരോധനത്തോടു കൂടി ഞാനതിന് ഒരു ഡിബേറ്റിന് ഒരു തയ്യാറാണ്. നോട്ട് നിരോധനത്തിന് ശേഷം പാവപ്പെട്ടവന് വീട് വെക്കാൻ പറ്റും. മറ്റേ സമാന്തര സമ്പത്ത് വ്യവസ്ഥയല്ലേ ഇപ്പോൾ നിലനിന്നത്. സമാന്തര ഇപ്പോൾ നോട്ട് നിരോധനം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന തൊഴിലാളികൾക്കാണ്. ഇപ്പോൾ കശുവിൻ്റെ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ 1,500 തൊഴിലാളികൾ പണിയെടുക്കണമെങ്കിൽ അവരൊന്നും നേരത്തെ ലിസ്റ്റിലില്ല. അവന് 400-300 കൊടുക്കുന്നത്, അവന് കൊടുക്കുന്ന എണ്ണയാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അവന് പക്ക സംവിധാനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ തൊഴിലാളികൾ വളരെ സുരക്ഷിതമായി. അവരാണെങ്കിൽ ESI പരിധി അവർക്ക് 15 lakhs വരെ എത്തി, അവർ ഹാപ്പിയാണ്. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവൻ ഹാപ്പിയാണ്. അവൻ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ പഠിക്കാൻ മുദ്ര ബാങ്ക് ലോൺ കൊടുക്കും. അങ്ങനെ ഒരു വലിയ ക്യാൻവാസിനകത്തു നിന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കാണുന്നത്. അത് കേരളം എന്താ പറഞ്ഞാൽ കേരളത്തിന് ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്സാണ്. ഇതെന്താ പൊളിറ്റിക്സിൻ്റെ ആവശ്യം? സെൻട്രൽ ഗവൺമെൻറ് മോഡി ഒരിക്കലും പൊളിറ്റിക്സ് കാണിച്ചിട്ടില്ല. ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കുക. എപ്പോൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത് കൊടുക്കുക. നമ്മളത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ കടൽ തീരങ്ങൾ. കേരളം കാസർഗോഡ് മുതൽ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങ് കന്യാകുമാരി വരെ ബോർഡർ, നമ്മുടെ ബോർഡർ മുഴുവൻ കടലാണ്. എല്ലാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. ഒരു കടൽ ഭിത്തി കെട്ടിക്കൊടുത്തൂടെ? അതിന് വിഷൻ വേണ്ടേ? അതില്ല. ഇപ്പം ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ 23 കിലോമീറ്റർ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. കടൽ ഭിത്തിയിൽ എല്ലാ വർഷത്തിലും അടിച്ചു പോകും. പുൽമൂട് കിട്ടണം. അതിന് സമയം ടൂറിസം സാധ്യതയുണ്ടല്ലോ. ടൂറിസം നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമ്മുടെ ടൂറിസമാണ്. അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ തന്നെ വികസന രേഖയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമെന്ന് പറയാവുന്ന രീതിയിൽ ഉയരേണ്ടതാണ് ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി. ലോക ഭൂപടത്തിൽ അത്രയധികം സ്ഥാനമുണ്ട് ഈ ആദിശങ്കരൻ്റെ കാലടിക്ക്. ഈ കാലടി ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ലോക ക്രൈസ്തവരുടെ ആസ്ഥാന കേന്ദ്രമാണ് മലയാറ്റൂർ. അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ചേരമാൻ മസ്ജിദ്, കൊടുങ്ങല്ലൂരമ്മ, ഞാൻ പറഞ്ഞിട്ട് ഈ 4 ഇത് ചേർത്തിട്ട് പിലിഗ്രീം ടൂറിസം ലൈനിന് രൂപം കൊടുക്കും. അത് വന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ധാരാളം ആളുകളുടെ ഫ്ലോ ഉണ്ടാവും, വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഈ മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അങ്കമാലി ടു ശബരിപാത. ഈ ശബരിപാത വന്ന മലയോര കർഷകന്മാർക്ക് മുഴുവൻ ഗുണകരമായിരുന്നു. അത് പുലരി വഴി അങ്ങോട്ട് പോകുമായിരുന്നു. മലയോര മേഖലയിലെ കാർഷിക മേഖലയിലേക്ക് നല്ല ഡെവലപ്മെൻറ്റ് ലോങ് ടൈമിൽ വരാവുന്നൊരു സാധനമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ ഒരു ബഡ്ജറ്റിൽ അലോട്ട്മെൻറ്റ് നടത്തിയ ഒരു പദ്ധതി നിർത്തിക്കളഞ്ഞത് കേരളത്തിലായിരിക്കും. ഫസ്റ്റ് ടൈം. ഇത് ഈ നമ്മുടെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും.
അത് നമ്മുടെ ഈ മണ്ഡലത്തിലാണ്. ആലുവാപ്പുഴ എത്ര മനോഹരമായ പുഴയാണ്. എന്ത് വയലാറിനെ കൊണ്ട് കവിത എഴുതിച്ചതല്ലേ. വയലാർ 1000 പാദസരങ്ങൾ കിലിങ്ങി എന്നൊക്കെ പറഞ്ഞ കവിത എഴുതിയത് ഈ അതിമനോഹരമായ സുന്ദരിയായ നമ്മുടെ പെരിയാറിനെ കണ്ടിട്ടാണ്. ഇത് അഴുക്കും ചാലും മറ്റേ എല്ലാ സാധനം കൊണ്ടുവന്ന് ഡംപിൻ്റെ കേന്ദ്രമാക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഗംഗയെപ്പോലെ പരിശുദ്ധമാക്കും. ഗംഗയെപ്പോലെ പരിശുദ്ധമാക്കുമെന്ന് പറയാൻ കാരണം മോഡി സർക്കാർ ഏറ്റെടുത്തൊരു വലിയ സാമ്പിൾ മോഡലായിരുന്നു ഗംഗ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ കയ്യിൽ ഒരു കവിള് വെള്ളം കുടിക്കുന്ന ചിത്രം വന്നിട്ടുണ്ട്. എങ്ങനെ കുടിക്കാൻ കഴിയുന്നു? ഭയങ്കര മോഡേൺ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ്. അവിടെ പോയി നമ്മുടെ കുംഭമേളയ്ക്ക് കോടിക്കണക്കിന് ആളല്ല വന്നത്. അവരൊക്കെ പുഷ്പം വിടും അവിടെ. സാധാരണ ഇത് മുഴുവൻ അഴുക്കാവും. ഇത് വളരെ ആധുനികമായ രീതിയിലുള്ള സംവിധാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഇത് മുഴുവൻ നേരെ വിത്തിൻ സെക്കൻഡ്സ് ഫാക്ടറി പോകും, ഒഴുകി അവിടുന്ന് സുഗന്ധദ്രവ്യങ്ങളായിട്ട് മാറും. അങ്ങനെ ആധുനികമായ, അതുപോലെ അതിനെ ശുദ്ധീകരിക്കും, ആലുവാപ്പുഴ ശുചീകരിക്കും. അപ്പം ഞാൻ ജനങ്ങളോട് അടുത്തു നിന്നുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്, ജനങ്ങളുമായി അടുത്തു നിന്ന്. അതുപോലെ തന്നെ ഒരു അനന്തമായ സാധ്യത ഞാൻ കാണുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇവർ വിചാരിക്കണം കുറേ പേര് ദുബായിക്ക് കയറ്റി വയ്ക്കാനോ അവിടുന്ന് കൊണ്ടുവരാനുള്ള ഒരു ആസ്ഥാനമായിട്ട് കാണണം. ഞാനിതിനെ കാണുന്നതിന് അപ്പുറത്താണ്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഒരു വലിയ ഹബ്ബായി മാറും. കാരണം ഇവിടെ ഈ പ്രകൃതി, ഭൂപ്രകൃതി, പരിസ്ഥിതി, വെള്ളം, വയൽ, പാടശേഖരങ്ങൾ, അതൊക്കെ നല്ല പ്രകൃതി രമണീയമാണ്. അത് വെച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഹബ്ബിന് രൂപം കൊടുക്കും. അതുപോലെ തന്നെ നമുക്കൊരു വിശ്വകലാകാരൻ എന്ന് പറയാവുന്ന ഒരാളാണ് കലാഭവൻ മണി. നാടൻ പാട്ടിൻ്റെ ശീലുകൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ഒരു ഫേസാണിത്. അതിനൊരുപാട് മണ്ണിൻ്റെ മണമുണ്ട്, കർഷക തൊഴിലാളികളുടെ മണമുണ്ട്, അധ്വാന വർഗത്തിൻ്റെ മണമുണ്ട്, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളല്ലേ, പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവൻ, അവൻ്റെ ശബ്ദമുണ്ടത്. അവൻ്റെ ഹൃദയം പൊട്ടി നല്ല സന്തോഷിച്ച് സ്നേഹിച്ചും ഒക്കെ നടക്കുന്ന ഒരു കലയാണിത്. അതിന് വലിയൊരു കലാകേന്ദ്രം തുറക്കും. അങ്ങനെ വിവിധ സെഗ്മെൻറ്റ്സിൽ എല്ലാ കാര്യങ്ങളും തിരിച്ചുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് നേടുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ GST പറയും. എന്താ കാരണം GST പറയുന്നത് അതുകൊണ്ട് ഞാൻ ആളുകൾ തിരിച്ചെടുപ്പിക്കും. വേറെ പറയാനൊന്നുമില്ലല്ലോ. പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡെവലപ്മെൻറ്റ് പറയാം. ഇവർക്ക് ഡെവലപ്മെൻറ്റ്, ഇവർ ഡെവലപ്മെൻറ്റിനെതിരാണ്. വിശ്വാസം, ഇവർ അവിശ്വാസികളുടെ കൂടെയാണ്. വെള്ളപ്പൊക്കം പോലുള്ള സംഭവങ്ങൾ, കെടുകാര്യസ്ഥത ഇവരുടെ മുഖമുദ്രയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പിക്ചറിലില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കുക. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരവിന് ഞാൻ 2 ദശയിലേക്കാണ്. ഒന്ന്, അദ്ദേഹത്തിന് വരാനുണ്ടായ സാഹചര്യം ഗൗരവമായിട്ട് രാഷ്ട്രീയ കേരളം ചിന്തിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സീറ്റിനെ സംബന്ധിച്ച് സ്മൃതി ഇറാനി കഴിഞ്ഞ ഒരു 5 വർഷമായി അവിടുത്തെ കോൺസെൻട്രേഷൻ, ആ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് പോരേണ്ടി വന്ന സാഹചര്യം ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ഇവിടെ വന്നതോടെ രാഷ്ട്രീയം മാറി. അദ്ദേഹം ഇവിടെ വന്നതോടെ CPM ഔട്ടായി രാഷ്ട്രീയം. CPMന് 20 മണ്ഡലത്തിൽ പ്രസക്തിയില്ല. നേരെ മത്സരം നടക്കുന്നത് മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞ് ശരിയാണ്, മത്സരം നടക്കണം, ഞങ്ങളും കോൺഗ്രസ് തമ്മിലാണ്. കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും ഏറ്റവും പ്രത്യേകത NDAയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഉണ്ടായ ഒരു പുതിയ പൊളിറ്റിക്സ്, LDF രാഷ്ട്രീയം വളരെ മങ്ങിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ചിത്രം. അത് കറക്റ്റാണ് അവർ പറഞ്ഞത്. പിന്നെ സീറ്റ് എത്ര കിട്ടുന്നത് നമുക്ക് മെയ് മാസത്തിൽ നോക്കാൻ പറ്റും. അവരോട് കറക്റ്റായിട്ട് നോക്കാം. അവർ ഈ സൂത്രപ്പണികളൊക്കെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, അവർ രണ്ടുപേരും എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഇന്നസെൻറ്റിൻ്റെ എല്ലാ സിനിമയും ആസ്വദിക്കുന്നവരാണ്. നല്ല നടനാണ് അദ്ദേഹം. നല്ല രീതിയിൽ സിനിമാ രംഗത്ത് പ്രശോഭിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ബെന്നിയെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. അവർ നല്ല സുഹൃത്തുക്കളാണ്, മാന്യമായ ബന്ധമുള്ള. അവർ രണ്ടുപേരും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു അവസരം തരികയാണെങ്കിൽ 2 മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നൊരു പ്രധാന പ്രത്യേകത, ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ ഇന്ന് വിലയിരുത്തപ്പെടുന്നത്, എല്ലാ സർവേ റിപ്പോർട്ടുകളും തെളിയിക്കപ്പെടുന്നത് 3-2 ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ 2 മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ തിരഞ്ഞെടുക്കപ്പെടാൻ തയ്യാറായാൽ എനിക്ക് വികസനത്തിൽ ഈ 2 മുന്നണികളേക്കാൾ കൂടുതൽ ഇടപെടൽ നടത്താൻ സാധിക്കും. ജനങ്ങളുമായി അടുത്തിടപഴകി ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അവരുടെ ചിന്തകളെയും
വികാരങ്ങളെയും ഒക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സാധാരണഗതിയിൽ പലപ്പോഴും പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു വോട്ട് പാഴാക്കി കളയരുത്. ആ വോട്ട് വികസനത്തിന് നരേന്ദ്രമോദിക്ക് ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ മുഖച്ഛായ സന്തോഷകരമായി മാറ്റാൻ എനിക്ക് സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.